വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം മിസ്സാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും നിങ്ങളെ സെക്കൻഡ് ചാപ്റ്റർ നല്ല തകർത്ത് പഠിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ഡെസിമൽസ് വിത്ത് 10, 100 and 1000. അപ്പോൾ ഈ 10ഉം 100ഉം 1000 എന്നൊക്കെ പറയുമ്പോൾ സീറോ ഉള്ള നമ്പേഴ്സുകളാണ് അല്ലേ? അപ്പോൾ സീറോ ഉള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 10ഉം 100ഉം 1000ഉം മാത്രമാണോ ഉള്ളത്? അല്ല, നിങ്ങൾക്ക് 10,000 വരാം, അങ്ങനെ വലിയ വലിയ നമ്പേഴ്സുകളൊക്കെ വരാം. ഇത്തരത്തിലുള്ള നമ്പേഴ്സ് കൊണ്ട് നമ്മൾ ഡെസിമൽ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താലും അതുപോലെ ഡിവൈഡ് ചെയ്താലും എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക എന്നുള്ളത് നമ്മളൊരു ട്രിക്ക് വെച്ചിട്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കാണ്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഇക്കാര്യം നല്ലപോലെ നോട്ട് ചെയ്ത് വെക്കുക. അതുമാത്രമല്ല, ഇതിപ്പോൾ മാത്രമല്ല, നിങ്ങളുടെ ഭാവിയിലേക്കും നിങ്ങൾക്ക് എന്താ ഇത് യൂസ്ഫുൾ ആവും. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഓരോരോ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാം ആദ്യം, എന്നിട്ട് ഡിവിഷനിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ തന്നെ പഠിക്കാം അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഡെസിമൽസിനെ നമ്മൾ ഇത്തരത്തിൽ 10 കൊണ്ടും അതേപോലെ 100 കൊണ്ടും 1000 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? അപ്പോൾ ഇതാ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നോക്കടാ, ഇവിടെ ആദ്യം പറയുന്നത് എന്താ? 3.75. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എക്സാമ്പിൾ എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, 3.75നെ ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് നോക്കിയാൽ മതി എന്നറിയോ? 10ൽ എത്ര സീറോ ഉണ്ട് എന്ന് നോക്കുക. 10ൽ എത്ര സീറോ ഉണ്ട്? ഒരൊറ്റ സീറോ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ പോയിന്റ് ഇല്ലേടാ, അത് മുൻപിലേക്ക് ഒരു ജമ്പ് ചെയ്യണം, ഒരൊറ്റ തവണ ജമ്പ് ചെയ്യണം. ഒരു സീറോ ആണെങ്കിൽ പോയിന്റ് മുൻപിലേക്ക് ഒരു തവണ ജമ്പ് ചെയ്താൽ മതി. അപ്പോൾ എന്തായിട്ട് മാറും? യെസ്, ആൻസർ ഈസ് 37.5 ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ അവിടെ 3 പോയിന്റ് എന്നുള്ള പോയിന്റ് ഒരു തവണ മുൻപിലേക്ക് എന്ത് ചെയ്തു? ജമ്പ് ചെയ്തു. ആ ഒരു രീതിയിൽ ചിന്തിക്കുക. ഇനി അടുത്ത നോക്കിക്കുക, നിങ്ങൾ അതേ നമ്പർ തന്നെയാണ് കേട്ടോ, ഞാൻ മാറ്റിയിട്ടില്ല. 37.5 തന്നെയാണ്. അപ്പോൾ അല്ല, 37 അല്ല, ആദ്യം 3.75 ആണ്. ആ ഒരു ഡിജിറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇല്ലേ? നമ്പേഴ്സുകൾ 3ഉം 7ഉം 5ഉം തന്നെയാണ്. പക്ഷേ ഇവിടെ 3.75 എന്നുള്ള ഞാൻ ഒന്ന് മാറ്റി 37.5 ആക്കി. ഇതിനെയാണ് ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിലോ 10ൽ ഒരൊറ്റ സീറോയേ ഉള്ളൂ. അപ്പം എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? യെസ്, ഈ ഡെസിമൽ തൊട്ട് മുൻപിലേക്ക് ഒരു തവണ ചാടണം. അപ്പോൾ എന്തായിട്ട് മാറും? യെസ്, ഇതെന്തായിട്ട് മാറും? നമ്മളെ ഇവിടെയുള്ള ഒരു പോയിന്റ് തൊട്ട് മുൻപിലേക്ക് മാറിയാൽ 375 അല്ലേ? ഇതാ ഇവിടെ പോയിന്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് വന്നാലും എന്ത് തന്നെ വായിക്കുള്ളൂ? 375 അല്ലേ? 375 എന്നുള്ള രീതിയിൽ വായിക്കും. ഓക്കെ, അപ്പോൾ നമ്പേഴ്സൊക്കെ ശ്രദ്ധിച്ച് വായിക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ 0.375നെയാണ് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 10ൽ ഒരു 0 മാത്രമേ ഉള്ളൂ അല്ലേ? ഒരു സീറോ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? യെസ്, ഒരു പോയിന്റ് മുൻപിലേക്ക് ജമ്പ് ചെയ്യണം. അപ്പോൾ എന്തായിട്ട് മാറും? അത് 3.75 ആയിട്ട് മാറും. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എത്ര സീറോ ഉണ്ടോ അത്ര തവണ ജമ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സീറോ ആണ് 10ലുള്ളത്, അതുകൊണ്ട് ഒരു തവണ നമ്മൾ ജമ്പ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ തന്നെയാണ് ഞാൻ ഇവിടെയും കൊടുത്തത്. 36.8നെ ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് ചെയ്യണം? 10ൽ ഒരു സീറോ ആണ്, അപ്പോൾ ആൻസറിൽ ഒരു പോയിന്റ് മുൻപിലേക്ക് ജമ്പ് ചെയ്യുക. അപ്പോൾ എന്താ ഇവിടെ? യെസ്, 368 എന്നായിട്ട് മാറും ഇല്ലേ? നിങ്ങളും എന്ത് ചെയ്യുക? അത് ഞാനിവിടെ എഴുതുമ്പോൾ അതേപടി നിങ്ങളും കമൻറ്റ് ബോക്സിൽ ആൻസർ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് എന്താ? 25.4നെ 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 100ൽ 2 സീറോ ആണ് അല്ലേ? 2 സീറോസ് ഉണ്ട്, 2 എണ്ണം. അപ്പോൾ പോയിന്റ് എത്ര ജമ്പ് ചെയ്യേണ്ടി വരും? എത്ര തവണ ജമ്പ് ചെയ്യേണ്ടി വരും? യെസ്, അത് 2 തവണ ജമ്പ് ചെയ്യണം. ശ്രദ്ധിച്ചേ, 2 തവണ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നോക്കിയേ, ഒരു തവണ ജമ്പ് ചെയ്താൽ എന്തായിട്ട് മാറും? 254 ആയിട്ട് മാറി. ഒരു തവണ ജമ്പ് ചെയ്താൽ. ഒരു തവണ കൂടെ ജമ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സീറോയും കൂടെ എക്സ്ട്രാ വരുന്നു അല്ലേ? ഒരു 10 കൂടെ. എന്താണ് ഈ 100 എന്ന് പറഞ്ഞാൽ? 10 × 10 ആണ് അല്ലേ? 10 × 10 ആണ് 100 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാ ഒരു സീറോ ജമ്പ് ചെയ്തപ്പം എന്തായിട്ട് മാറി? 254 ആയിട്ട് മാറി. പക്ഷേ നമുക്ക് ഒരു 10 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചാട്ടോടെ മുന്നോട്ട് ചാടാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തുകൂടെ ഇട്ട് കൊടുത്താൽ മതി? ഒരു സീറോ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ട്രിക്കുകൾ മനസ്സിലാക്കിക്കോളൂ. എന്തായാലും 100 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 10 × 10 തന്നെയാണ്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ട്രിക്കുകൾ വേഗം കത്താൻ വേണ്ടി പറയുന്നത്, ഈ ചാട്ടം ചാടുന്ന രീതി പറയുന്നത് എൻ്റെ മക്കൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? പെട്ടെന്ന് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ വേഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഓക്കെ, നെക്സ്റ്റ് ഇതെന്താ 16.2 ഞാൻ 1000 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ. അപ്പം നോക്കിക്കേടാ, ദേ ഒരു ചാട്ടല്ലേ, ഒരു 0-ന് ഒരു ചാട്ടം ചാടണം വേണ്ടേ. അപ്പം എന്തായിട്ട് മാറും? 162 ആയിട്ട് മാറും. കഴിഞ്ഞോ? ഇല്ല, എനിക്ക് ഇനിയും 2 zeros ഉണ്ട്. 2 ചാട്ടം ഇനിയും ചാടണം. അപ്പം എന്ത് ചെയ്താൽ മതി? 2 0 എക്സ്ട്രാ ഇട്ട് കൊടുത്താൽ മതി. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എത്ര 0 ഉണ്ടോ അത്രയും ചാട്ടം മുന്നോട്ട് ചാടണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചാടി കഴിഞ്ഞു ഞാൻ, എന്നിട്ട് ഇനി 2 ചാട്ടം ചാടണമെങ്കിൽ 2 0 എക്സ്ട്രാ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മൾ എന്തുള്ളത്, ഇത്തരത്തിൽ സീറോസ് ഉള്ള 10ഉം 100ഉം 1000ഉം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇനി ഇതുപോലെ ആയിരിക്കും ഡിവിഷനും ഇതിനേക്കാൾ സിമ്പിളായിട്ടാണ് ഡിവിഷൻ പോകുന്നത്. അപ്പം ഞാനിവിടെ എക്സാമ്പിളായിട്ട് നേരത്തെ എടുത്ത പോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട നമ്പേഴ്സാണ് കേട്ടോ എടുത്തത്. ഏതാ? 29.1 ഞാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം എന്തായിട്ട് മാറും? യെസ്, ഇവിടെ നമുക്ക് 10ൽ ഒരു 0 ആണുള്ളത്. പക്ഷേ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഡിവിഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു പോയിന്റ് പുറകിലേക്കാണ് ചാടേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ മുന്നിലേക്ക്, ഡിവിഷൻ പുറകിലേക്ക്. അത്രയും ചിന്തിച്ചാൽ മതിയടാ. അപ്പം നോക്കിക്കേ, ഒരു പോയിന്റ് പുറകിലേക്ക് ചാടിയാൽ എന്തായിട്ട് മാറും അത് ആൻസർ? യെസ്, ആൻസർ വിൽ ബി 2.91. സിമ്പിളാ. അടുത്ത നോക്കിക്കേ നിങ്ങൾ, 29.1 ആണ്. അതിന് ഞാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100ൽ 2 0 ഉണ്ട്. അപ്പം എന്താവും? അതേ നമ്മൾ പോയിന്റ് 2 ചാട്ടം പുറകിലേക്ക് ചാടണം, പുറകിലേക്ക്. അപ്പം എന്തായിട്ട് മാറി? ആൻസർ വിൽ ബി 0.291 ഇല്ലേ. 0.291 എന്ന് പറഞ്ഞാലും 0.291 എന്ന് പറഞ്ഞാലും ശരിയാണ് കേട്ടോ, ഈക്വൽ ആണ്. നെക്സ്റ്റ് നോക്കിക്കേ, 29.1നെ 1000 കൊണ്ടാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം എന്തായിട്ട് മാറണം? 1000ൽ 3 0 ഉണ്ട്. അപ്പം 3 ചാട്ടം പുറകിലേക്ക് വരണം വേണ്ടേടാ. അപ്പം നോക്കിക്കേ, ഇത് ഒരു ചാട്ടം പുറകിലേക്ക് ചാടി. അപ്പം എന്തായിട്ട് മാറും? 2.91 ആവണം. വീണ്ടും 1 ചാടി. അപ്പം എന്തായിട്ട് മാറും? യെസ്, 0.291 ആവണം. പക്ഷെ എനിക്ക് 3 എണ്ണം ചാടണം അല്ലേ. അപ്പോൾ ഒരു ചാട്ടം ഇവിടെ പുറകിലേക്ക് ചാടണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്താൽ മതി? 0 2 9 1 അല്ലേ. നമ്മൾ ആകെ എത്ര ചാട്ടം ചാടണം? 3 എണ്ണം. അപ്പം നോക്കിക്കേ, ഇവിടുന്ന് ഞാൻ ഒരു ചാട്ടം ചാടി, 2 ചാട്ടം ചാടി, 3 ചാട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പർ ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം? അവിടെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പോയിന്റ് എവിടെ വരും? 0യുടെ മുന്നിൽ വരണം. അപ്പോൾ എന്താ ആൻസർ? യെസ്, 0.0291 അല്ലെങ്കിൽ എങ്ങനെ പറയാം? 0.0291 എന്ന് പറയാം. അപ്പോൾ ഇത്രയും സിമ്പിളാണ് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാനും അതുപോലെ ഡിവൈഡ് ചെയ്യാനും വേണ്ടിയിട്ട്. ഇത്രയും സിമ്പിളാണ്. നെക്സ്റ്റ് വീണ്ടും ഒരു എക്സാമ്പിളായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്പേഴ്സുകൾ മാറുന്ന സമയത്ത് ഇടാനും അപ്പോൾ എന്തായാലും ഇത്ര നേരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ക്വസ്റ്റ്യൻ വേഗം ചെയ്യാൻ പറ്റും. ഒന്ന് നോക്കിക്കേ, ഫാസ്റ്റ് ആയിട്ട് ആൻസർ പറയാൻ ശ്രമിക്കുക കേട്ടോ. 1.59 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ 10ൽ യെസ്, 10ൽ എനിക്ക് ഒരൊറ്റ 0 ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഒരു പോയിന്റ് പുറകിലേക്ക് ചാടണം. അപ്പോൾ എന്തായിട്ട് മാറും? ആൻസർ വിൽ ബി 0.00 ഇല്ലല്ലേ, 0.159 ആയിട്ട് മാറി ഇല്ലേടാ. 0.159. നെക്സ്റ്റ് ഇതേ നോക്കിക്കേ, 1.259നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100ൽ 2 0. അപ്പോൾ പോയിന്റ് 2 ചാട്ടം പുറകിലേക്ക് ചാടണം. അപ്പോൾ എന്തായിട്ട് മാറും അത്? യെസ്, ഇവിടെ നോക്കിക്കേ, എന്തായാലും 1259 ഉണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ചാട്ടോടെ പുറകിലേക്ക് ചാടാന്ന് പറഞ്ഞാൽ അവിടെ ഒരു എക്സ്ട്രാ 0 വരും ഇല്ലേ. ഒരു പോയിന്റ് മുൻപിൽ എന്ന് പറഞ്ഞാൽ പോയിന്റ് ഇവിടെ വരണം. ഇനിയും പോയിന്റ് പുറകിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരണം? ഇവിടെ 0 വരേണ്ടിയിരുന്നു. ഓക്കെ അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ വരിക? 0.1259. അപ്പോൾ അത് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യണം. നെക്സ്റ്റ് നോക്കിക്കേ, 21.54നെ 1000 കൊണ്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 1000ൽ 3 zeros ഉണ്ട്. അപ്പോൾ എന്തായിട്ട് മാറും? 3 ചാട്ടം പുറകിലേക്ക് ചാടണം. അപ്പോൾ 2 ചാട്ടം പുറകിലേക്ക് ചാടിയാൽ 2യുടെ തൊട്ട് മുൻപിൽ പോയിന്റ് വരാം. പക്ഷേ ഇവിടെ 2യുടെ മുൻപിൽ പോയിന്റ് ഇല്ല. അപ്പോൾ നോക്കിക്കേ, എന്തായിട്ട് മാറണം ആൻസർ? ഇവിടെ എക്സ്ട്രാ ഒരു 0 കൂടെ വരണം ഇല്ലേ. 0യുടെ മുൻപിലാണ് അവിടെ എന്ത് വരേണ്ടത്? പോയിന്റ് വരേണ്ടത്. അപ്പോൾ എന്തായിട്ട് മാറി? 0. നെക്സ്റ്റ് 2 1 5 4 അല്ലേ. 2 1 5 4 പോയിന്റ് എവിടെ വരണം? 0യുടെ മുൻപിൽ വരണം. അങ്ങനെയാണെങ്കിൽ എന്തായിട്ട് മാറുള്ളൂ? ഇവിടെ കൊടുത്ത പോയിന്റ് അല്ലേ, 21ന് ഇവിടെയായിരുന്നു പോയിന്റ്. 3 സ്ഥാനം കഴിഞ്ഞിട്ട് തൊട്ട് മുൻപിൽ പോയിന്റ് വന്നു. സിമ്പിളാണടാ. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും എത്ര 0 ഉണ്ടോ അത്ര ചാട്ടം മുന്നിലേക്കും പുറകിലേക്കും ചാടണം. അത്ര മാത്രം എൻ്റെ മക്കൾ എന്താക്കിയാൽ മതി? ചിന്തിച്ചാൽ മതി.
ഓക്കെ, അപ്പോൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ ഇതാ ഈ ഒരു കുഞ്ഞു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ 1000 കൊണ്ടല്ല ഡിവൈഡ് ചെയ്യുന്നത്, എത്ര കൊണ്ടാ? 10,000 കൊണ്ടാണ്. അപ്പോൾ എത്ര സ്ഥാനം പുറകിലേക്ക് ചാടേണ്ടി വരും? യെസ്, 4 ചാട്ടം പുറകിലേക്ക് ചാടണം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ വരിക എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളായിട്ട് മിസ് എന്തായാലും അടുത്തൊരു ക്ലാസ്സിൽ വരും. പക്ഷേ നിങ്ങൾക്ക് ഇനിയും എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതിവിടെ കമൻറ്റ് ബോക്സിൽ പറയാം. മിസ്സേ ഇക്കാര്യമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമോ എന്നുള്ളത് എന്ത് ചെയ്താൽ മതി? കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് മിസ് എന്ത് ചെയ്യും? ഉറപ്പായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു കാര്യമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.